ശ്രീ വി ആർ അനൂപ്, ഇപ്പോൾ ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് ഈ തിരക്ക് എന്നുള്ളതൊരു സ്വാഭാവികമായ കാര്യമാണ്. മറ്റൊന്ന്, ഹൈക്കോടതി തന്നെ നിശ്ചയിച്ച കണക്കായിരുന്നു നേരത്തെ വിർച്വൽ ക്യൂവിന്റെ കാര്യത്തിലായാലും സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിലായാലും. ഇപ്പോൾ കോടതി തന്നെയാണ് ആ എണ്ണം കുറയ്ക്കുന്നത്. കോടതി ഇടപെട്ട് എണ്ണം നിശ്ചയിച്ചു, കോടതി ഇടപെട്ട് ആ എണ്ണം കുറയ്ക്കുന്നു. തിരക്ക് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പല കാര്യങ്ങളും നടപ്പാക്കാൻ പറ്റാത്തത് ചില പരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. ഇതാണ് ഒരു വാദമായി നിൽക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഈ ചർച്ച ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ചർച്ചയിൽ CPM പ്രതിനിധി ബഹുമാനന്റെ അരുൺകുമാറിന് കിട്ടിയ ആകെ പിടിവള്ളി എന്ന് പറയുന്നത് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞതാണ്. അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു മുൻ DGP ആണ്. അദ്ദേഹം സ്വാഭാവികമായും പോലീസിൻ്റെ മൊറയിലിനെ സംരക്ഷിക്കുന്ന തരത്തിൽ പറഞ്ഞു. പോലീസ് അവിടെ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്തു എന്നൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അപ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നില്ലേ? കോടതി പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ കൃത്യമായി പറഞ്ഞു പോരായ്മകൾ സംഭവിച്ചുവെന്ന്. അദ്ദേഹം മാധ്യമങ്ങൾ സമക്ഷം അദ്ദേഹം പറഞ്ഞു പോരായ്മകൾ സംഭവിച്ചെന്ന്. ഈ പോരായ്മകൾ സംഭവിക്കാൻ എന്താണെന്ന് കാരണം, ഈ മണ്ഡലകാലത്ത് ഓരോ മണ്ഡലകാലത്തും തിരക്ക് അഭൂതപൂർവമായി വർദ്ധിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ മണ്ഡലകാലം വരാനിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം എന്തിനീ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയെന്നതിൻ്റെ ഉത്തരം അരുൺകുമാർ ചർച്ചയിൽ പറയണം. എന്തിനു വേണ്ടിയായിരുന്നു ഈ മണ്ഡലകാലം പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? അതിൻ്റെ നേട്ടം എന്ത്? അവിടെ നടന്ന അടിസ്ഥാന സൗകര്യ വികസനം എന്തായിരുന്നു? അതുകൊണ്ടുണ്ടായ മെച്ചം ആർക്കാണ്? ചില കാര്യങ്ങൾ പൗരന്മാർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രതിപക്ഷ പാർട്ടികൾക്ക്, ഭക്തന്മാർക്ക് ചോദിക്കാൻ അവകാശമില്ലേ? ബെനിഫിഷ്യറീസ് ആരാണ്? ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് ഈ മണ്ഡലകാലത്തേക്ക് നടപ്പാക്കാനുള്ള ആഗോള അയ്യപ്പ സംഗമം ശബരിമല അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത് സ്മൃതി. ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ, അതൊരു കാനന ക്ഷേത്രമാണ്. ഇങ്ങനെ ഇവന്റുകൾ നടത്താവുന്ന, അവിടെ നടക്കുന്നതിന്റെ ഏക ഇവന്റ് എന്ന് പറയുന്നത് എന്താ? ഈ മണ്ഡലകാലമാണെന്നേ. ഈ കാനന ക്ഷേത്രത്തിന്റെ ഈ പറയുന്ന എല്ലാ പരിമിതികളും നിലനിൽക്കുമ്പോൾ സർക്കാരിന്റെ പടം വെച്ച്, മുഖ്യമന്ത്രിയുടെ പടം വെച്ച്, പിണറായി വിജയന്റെ പടം വെച്ചുള്ള ഒരു PR മേള എന്തിന് ശബരിമല നടത്തി? അവർക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് നടത്തട്ടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അത്തരം ഒരു പരിപാടി നടത്തണമെങ്കിൽ തിരുവനന്തപുരം നടത്തിക്കൂടെ? ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ടല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാർഷിക ആഘോഷം നടത്തണമെങ്കിൽ തിരുവനന്തപുരത്ത് നടത്തട്ടെ, പുത്തിരിക്കണ്ട മൈതാനത്ത് നടത്തട്ടെ. ഈ മണ്ഡലകാലം പടിവാതിൽക്കൽ നടത്തുമ്പോൾ ശബരിമലയുമായി ബന്ധിപ്പിച്ച് എന്തിന് ഇത്ര വലിയൊരു മഹാമഹം നടത്തി? എന്തായിരുന്നു അതിന് നെറ്റ് റിസൾട്ട്? ശബരിമലയിൽ ഇവർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഭവിച്ച ഒരേ ഒരു കാര്യം, യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു എന്നാ. അത് ആർക്ക് വേണ്ടിയാണെന്നൊക്കെ നമുക്കറിയാം, അതിലേക്ക് നമുക്ക് കടക്കുന്നില്ല, ചർച്ച ചെയ്തല്ലാത്തതുകൊണ്ട്. അല്ലാതെ ശബരിമല സന്നിധാനത്തിന് വേണ്ടി, ഭക്തജനങ്ങൾക്ക് വേണ്ടി, അയ്യപ്പന്മാർക്ക് വേണ്ടി ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ എന്തുണ്ടായി? അരുൺകുമാർ ചർച്ചയിൽ വിശദീകരിച്ചാൽ മതി. ഓരോ മണ്ഡലകാലത്തിലും ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ സർക്കാരിന്റെ, ദേവസ്വം ബോർഡിന്റെ വിവിധ വകുപ്പുകളുടെ മുഴുവൻ ഊർജവും അതിലേക്ക് കേന്ദ്രീകരിക്കേണ്ട സമയത്ത് ശബരിമല പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇവന്റ് നടത്തേണ്ടതിന്റെ കാര്യം എന്താണ്? അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, അതിന് തൊട്ടു മുമ്പ് വന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇതിനെ ബാധിച്ചിട്ടില്ലേ? പോരായ്മകൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ബന്ധപ്പെട്ട വിവാദങ്ങളും ഇതൊക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. മൊത്തം സംവിധാനത്തെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ നടന്നിട്ടില്ല. അതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇവിടെ സംഭവിച്ചത്. മുൻ വർഷങ്ങളിൽ മുരളീധരൻ മാത്രമല്ലെന്നേ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ വന്ന് സന്നിധാനത്തിൽ വന്ന് നല്ല കാര്യങ്ങൾ ചെയ്തതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. VD സതീശൻ പറഞ്ഞത് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഞങ്ങളൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഇതങ്ങ് പറഞ്ഞ് കളയാമെന്ന് പറയുന്നതല്ലോ. നല്ലത് ചെയ്ത സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് നല്ലത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഒരു വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ശബരിമലയുടെ മറവിൽ ഒരു വലിയ കൊമേഴ്സ്യലൈസേഷൻ, സാമ്പത്തികവൽക്കരണം നടക്കുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ? ഉത്തരവാദിത്തത്തോടെ പ്രതിപക്ഷ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.